ഒന്നുമില്ല. ഞങ്ങൾ ഒരു മരണം കാരണം ഓണമൊന്നും ആഘോഷിക്കുന്നില്ല. എങ്കിലും കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ട ഒരു ശകലം സാമ്പാർ വെക്കാൻ തുടങ്ങുക. ഇഡ്ഡലി അടപ്പ് ഇതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. പരിപ്പ്, തൂര ഡാൽ, മസൂർ ദാൽ, ചുമന്നത് മസൂർ ദാൽ, ഇത് മസൂർ ഡാൽ. എന്നിട്ട് ഇത് ചേന സുരണമെന്ന് പറയും. ഇത് ചേന സുരൺ, ഇത് പച്ചക്ക കേല, ഇത് പടവൾ എന്ന് പറയും. ഇത് കാജർ, ഇത് അമരയ്ക്കയ്ക്ക് ഗവർ എന്ന് പറയും. ഇത് മത്തങ്ങയ്ക്ക് ടാങ്കർ എന്ന് പറയും. ഇത് കിഴങ്ങ് അലു, ഇത് പപ്പായ, ഇത് വഴുതനങ്ങ വൈഗനെന്ന് പറയും. ഇത് ദുതി, നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, ചരക്കല്ല, ദുതി എന്ന് പറഞ്ഞാൽ പീച്ച, നീളത്തുള്ള പീച്ച, ഇങ്ങനൊരു സാധനം. പിന്നെ കറിവേപ്പില, കടിപ്പത്ത, അരിമിർച്ചി, പച്ചമുളക്, നമുക്കെല്ലാം കൂടെ ചേർത്ത് സാമ്പാർ കൂട്ടാം. നമുക്കിനിയെല്ലാം ഇട്ട് കൊടുക്കാം. അലു, ദുതി, പപ്പായ, വൈഗൻ, കറിവേപ്പില, പച്ചമുളക്, ധനിയ പൗഡർ, മല്ലിപ്പൊടി, ഹൽദി പൗഡർ, മഞ്ഞൾപ്പൊടി, നമക്ക്, ഉപ്പ്, പുളി, ഇമിലി എല്ലാം കൂടെ നമുക്ക് ഒരു തിളപ്പിക്കാം. വിളക്കണഞ്ഞോ പെട്ടെന്ന്. നമ്മുടെ അത്തപ്പൂക്കൾ ചെറുതായിട്ട് എൻ്റെ കൊച്ചുമോളിട്ടതാണ്. ഇത് രംഗോളി. മോനെ വാ, ഒറിയോ കിട്ട. കടുകിട്ട് കൊടുക്കാം. നമുക്ക് സാമ്പാറിൻ്റെ മസാല കൂട്ടുക. കടുകിട്ട് ജീരകം, സവോള, മുരിങ്ങയ്ക്ക, തേങ്ങ, ഇത് കാന്ത, ഇത് മുരിങ്ങയ്ക്ക, തേങ്ങ, ഇത് ടൊമാറ്റോ, ഇത് വെണ്ടയ്ക്ക, വെള്ളി. നമുക്ക് വഴറ്റിയെടുക്കാം. പ്രകൃതിയോടെല്ലാം വഴങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മിർച്ചി പൗഡർ ഇത് കുറച്ച്, മല്ലിപ്പൊടി ഇടാൻ, ധനിയ പൗഡർ ആദ്യം കുറച്ചിട്ടിട്ടുണ്ടല്ലോ, ഇത്രച്ച മതി. ഇത് ഒരു സ്പെഷ്യൽ കൂട്ടാ. സാമ്പാർ പൊടി ഇടത്തില്ല, ഉണ്ടാക്കി വെച്ചിരുന്ന് തീർന്ന്. ഇത് ഉഴുന്നും പരിപ്പും ഉലുവായും കൂടെ പൊടിച്ചതാണ്. ഇത് സാമ്പാർ പൊടി നമ്മൾ മേടിക്കത്തില്ല, നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കത്തേ ഉള്ളൂ. നമുക്കിതെല്ലാം കൂടെ വഴറ്റാം. ഇട്ടപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി നമുക്കിനി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി. അടിപൊളി സാമ്പാർ. മല്ലിയിലയിട്ട് ഇറക്കാം. എൻ്റെ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ടേസ്റ്റുള്ള സാമ്പാർ. എങ്ങനെ വയ്ക്കണം കേട്ടോ. മുരിങ്ങയ്ക്ക് വെന്തലൊന്നും പോകത്തില്ല.